നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ കുറെ ദിവസങ്ങളായി ആലോചിക്കുന്ന ഒരു കാര്യമായിരുന്നു എങ്ങനെ ഒരു മന്ത്രിയാകാം എന്നുള്ളത്. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇവിടെ പലരും പയറ്റി മന്ത്രിയാകുന്ന ഒരു പൊടിക്കൈ എനിക്ക് മനസ്സിലായത്. അതിപ്രകാരമാണ്: നിങ്ങൾക്കും ആകാവുന്നതേ ഉള്ളൂ. വടക്കേ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ഈർക്കലി പാർട്ടിയിൽ പോയി ചേരുക. ആ ഈർക്കലി പാർട്ടി ഒരിക്കൽ പോലും വടക്കേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളും ഭരിച്ചിട്ടുള്ള പാർട്ടി അല്ല. അവർ ഇങ്ങനെ ആരെങ്കിലും രണ്ടുപേർ ചേർന്ന് ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് അത് ആവശ്യമനുസരിച്ച് പിളരുകയും വീണ്ടും ഒന്നിക്കുകയും വീണ്ടും പിളർന്നത് വീണ്ടും പിളരുകയും ചെയ്യുന്ന ഇതുപോലുള്ള ഒന്നിനും കൊള്ളാത്ത ഒരു പാർട്ടിയിൽ പോയി ചേരണം. ചേർന്ന് കഴിഞ്ഞ് കേരളത്തിലേക്ക് വരണം. കേരളത്തിൽ വന്ന് ഇവിടുത്തെ LDFന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ഘടകകക്ഷിയായി നിന്നുകൊള്ളാമെന്ന് പറഞ്ഞ് അവരോടൊപ്പം ചേരുക. അങ്ങനെ ചേർന്ന് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ജോലിയൊന്നുമില്ല. അങ്ങനെ ചേർന്ന് കഴിഞ്ഞ് കുറച്ചുനാൾ കഴിയുമ്പോൾ ഇലക്ഷൻ വരും. ആ ഇലക്ഷനിൽ LDFന്റെ ഘടകകക്ഷി എന്നുള്ള പേരിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടും. അത് തരാതിരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ LDFന്റെ ഘടകകക്ഷിയാണ്. നിങ്ങൾ ആ സീറ്റ് വാങ്ങിക്കൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് മത്സരിക്കുകയാണ്. ഓർക്കുക, നിങ്ങളല്ലാതെ നിങ്ങളുടെ കൂടെ ആരുമില്ല. ഒറ്റ മനുഷ്യൻ പോലുമില്ല. നിങ്ങൾ മാത്രമേ ഉള്ളൂ. ആ മത്സരിക്കുന്ന നിങ്ങൾ ജയിക്കുകയും LDFനാണ് ഭരിക്കാൻ അവസരം കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് മന്ത്രിയാവുകയും ചെയ്യാം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കേരളത്തിലെ ഓരോ മനുഷ്യനും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എങ്ങനെ ചുളിവിൽ ഒരു MLA ആകാം, എങ്ങനെ ചുളിവിൽ ഒരു മന്ത്രിയാകാം. ഈ ട്രിക്ക് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ MLA ആവുകയും മന്ത്രിയാവുകയും ചെയ്ത ഒരു 4 പേർ ഈ കേരളത്തിലുണ്ട്. ആ 4 പേരെയും നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. ഇവർ ഒറ്റയാന്മാരായി നിൽക്കുകയാണ്. അതായത് ഒറ്റയാൾ പട്ടാളം. ഇവരുടെ പിന്നിൽ ഇവരെ ജയിപ്പിക്കുന്നത് CPMന്റെയും CPIയുടെയും പ്രവർത്തകരാണ്. ഇവർ അരയും തലയും മുറുക്കി ഇറങ്ങി നടന്ന് പ്രവർത്തിച്ച് ഇവരെ ജയിപ്പിക്കുകയാണ്. ജയിച്ചു കഴിഞ്ഞാൽ ഇവരിൽ പലരും ഈ പ്രവർത്തകരെ കണ്ട ഭാവം നടിക്കുകയില്ല. കാരണം ഇവർ വേറൊരു പാർട്ടിയുടെ ഘടകകക്ഷിയാണ് ഇവർ. അപ്പൊ ഇവർക്ക് ആരോടും യാതൊരു കമ്മിറ്റ്മെന്റുമില്ല. ഇവരും മാത്രം. ഇവർ തീരുമാനിക്കുന്നു, അവർ ചെയ്യുന്നു. നാട്ടിലെ ഏതൊരു കാര്യം ആര് ചെന്ന് പറഞ്ഞാലും ഇവർ ചെയ്തു കൊടുക്കുകയില്ല. ഇവർ എന്നും MLA ആണ്, അതല്ല LDF ഭരിക്കുകയാണെങ്കിൽ മന്ത്രിയാണ്. എങ്ങനെയുണ്ട്? ഇത് നിങ്ങൾക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ ഞാൻ പറയാണ്. അങ്ങനെ CPMന്റെയും CPIയുടെയും പ്രവർത്തകരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ഇവർ MLAയും മന്ത്രിയുമാവും. ഈ ഐഡിയ എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഒരൊറ്റ ചോദ്യം ഇനി ഞാൻ ചോദിക്കുന്നത് ജനങ്ങളോടാണ്. ഈ മാന്യന്മാർ എന്തുകൊണ്ട് CPMലോ CPIയിലോ ചേരുന്നില്ല? ഇവർ ആ ഈർക്കലി പാർട്ടിയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് CPIയുടെയും CPMന്റെയും പ്രവർത്തകരെ കൊണ്ട് പ്രവർത്തിപ്പിച്ച് ജയിച്ച് MLAയോ മന്ത്രിയോ ആകുന്ന ഇവർ എന്തുകൊണ്ട് CPIയിലോ CPMലോ ചേരുന്നില്ല? അതിന്റെ ഉത്തരം നിങ്ങൾക്ക് പറയാമോ? എന്തുകൊണ്ട് ചേരുന്നില്ല? ഞാൻ തന്നെ ഉത്തരം പറയാം. അങ്ങനെ ഇവർ CPMലോ CPIയിലോ ചേർന്നാൽ ഇവർക്ക് MLA സ്ഥാനം ലഭിക്കുകയില്ല. കാരണം ഇവരെക്കാൾ സീനിയോറിറ്റി ഉള്ള ഒരുപാട് CPMന്റെയും CPIയുടെയും നേതാക്കളുണ്ട്. ഈ സ്ഥാനം അവർക്കേ കിട്ടുകയുള്ളൂ, ഇവർക്ക് കിട്ടുകയില്ല. അതിനുവേണ്ടിയാണ് ഇവർ കൈ നനയാതെ മീൻ പിടിക്കുന്നത്. ഇങ്ങനെ കൈ നനയാതെ മീൻ പിടിച്ച് 4 പേര് ഇവിടെ ഉണ്ട്. ആ 4 പേരും LDFന്റെ MLAമാരാണ്, LDFന്റെ മന്ത്രിമാരുമായവരാണ്. നിർഭാഗ്യവശാൽ ഈ പ്രാവശ്യം 4 പേരും തോറ്റുപോയി. ഇതാണ് വെറുതെ എങ്ങനെ MLA ആകാം, വെറുതെ എങ്ങനെ മന്ത്രിയാകാം എന്നുള്ളതിന്റെ ഒരു കാര്യം. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, കേരളത്തിലെ മുഴുവൻ പേർക്കും അനുഭവമുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ LDF എന്ന പ്രസ്ഥാനം
ഈ അണികളില്ലാത്ത ഇവരെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കരുതെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇവരെ വെറുതെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഇവരെ കൊണ്ട് നാടിനോ നാട്ടുകാർക്കോ ഒരു പ്രയോജനവുമില്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനും കഴിയില്ല. ഇവർക്ക് MLA ഫണ്ടായി കിട്ടുന്ന പണം ഇവർ നാട്ടിൽ വിനിയോഗിക്കുന്നുണ്ട്. അത് ശരിയാണ്, അവരത് കളയുന്നൊന്നുമില്ല, ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ആരും പറയുന്നത് അവർ കേൾക്കുകയില്ല. കാരണം ഇവരോട് ചെന്ന് പറയാൻ ഇവർക്കൊരു കമ്മിറ്റിയില്ല, ഇവർക്ക് പ്രവർത്തകരില്ല. അതുകൊണ്ട് സാറേ, ആ പണം ഇന്നതുപോലെ വിനിയോഗിക്കണം, ഇന്ന റോഡിന് വേണ്ടി പണം വിനിയോഗിക്കണം, ഇന്നത് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ കേൾക്കുകയില്ല. കാരണം അവരുടെ മനസ്സിൽ ചില ഐഡിയ ഉണ്ട്, അവരതേ ചെയ്യുള്ളൂ. ഇവർക്ക് കമ്മിറ്റിയില്ല, ബൂത്ത് കമ്മിറ്റിയില്ല, വാർഡ് കമ്മിറ്റിയില്ല, ഇവർക്കൊരു മാങ്ങാത്തൊലിയുമില്ല, ഇവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തരം ആളുകളെ ജയിപ്പിച്ചു വിടേണ്ട ആവശ്യമുണ്ടോ? ഇത്തരം ആളുകളെ നാം താങ്ങി നടത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ നമസ്കാരം.